വളരെയധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് കൊടുക്കേണ്ടതാണ്, മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്റർ. കാരണം അത് കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ റെസ്പിറേഷനും അതുപോലെ തന്നെ എന്താണ് സർക്കുലേഷനും കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ദ നെയിം ഓഫ് സർക്കുലേഷൻ എക്സ് ആൻഡ് വൈ. ഇതിൽ നിങ്ങൾ കാണുന്ന എക്സും വൈയും സർക്കുലേഷൻ എന്ന് പറയുന്നത് ഏതാണെന്നാണ്? എക്സ് പൾമിനറി സർക്കുലേഷൻ ആണ്, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ലങ്സുമായിട്ട് പോകുന്നതാണ് എന്ത്? പൾമിനറി. നമ്മുടെ ബോഡി പാർട്സിലേക്ക് പോകുന്നതിനെയാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ 1, 2, 3, 4, 5 എന്ന രക്തക്കുഴലുകളുടെ പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇത് നമ്മുടെ ഇൻഫീരിയർ വെനീകാവ, സുപ്പീരിയർ വെനീകാവയാണ്. അതിൽ നിന്ന് പോകുന്നത് പൾമിനറി ആർട്ടറി, ഇത് പൾമിനറി വെയിൻ ആണ്. ഇതിലേക്ക് വരുന്നത് അയോട്ടയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് രക്തക്കുഴലുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇൻഫീരിയർ, സുപ്പീരിയർ, പൾമിനറി ആർട്ടറി, പൾമിനറി വെയിൻ, അയോട്ട അല്ലെങ്കിൽ മഹാധമനി. മലയാളത്തിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കണേ നിങ്ങൾ. What is the role of the circulation in the exchange and transport of gases? Explain the role of the circulation in the process of excretion എന്നും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ സർക്കുലേഷൻ വഴിയാണ് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പൾമനറി സർക്കുലേഷൻ എന്താണ്? ഹാർട്ടും ലങ്സും തമ്മിൽ നടക്കുന്ന വഴി ആ കാർബോക്സിലറി ബ്ലഡിനെ അവിടെ ഓക്സിജനേറ്റഡ് ആക്കാൻ പറ്റുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടാനും ഓക്സിജനെ സ്വീകരിക്കാനും പറ്റുന്നു. പിന്നീട് ഈ ഓക്സിജൻ അടങ്ങിയ രക്തം വീണ്ടും എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി എക്സ്ക്രീഷൻ എങ്ങനെ സഹായിക്കുന്നു? ഇതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു കളയാനും എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസിനെയും എന്ത് ചെയ്യുന്നു? നമ്മൾ അബ്സോർബ് ചെയ്യാനും ബാക്കിയുള്ള വേസ്റ്റുകളെ പുറത്തോട്ട് കളയാനും ഇതേ ബ്ലഡ് സർക്കുലേഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പം സിസ്റ്റമിക് സർക്കുലേഷൻ, പൾമിനറി സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ്, അടിപൊളിയായിട്ട് പഠിക്കും.